BSc ലേണറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന സീരീസിലത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോർച്ചുഗീസുകാർ സാമൂതിരിയുമായിട്ടുള്ള യുദ്ധം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ സംഭാവനകൾ പറഞ്ഞിട്ടാണ് നിർത്തിയത്. അതിൽ തന്നെ ചെറിയൊരു പോർഷൻ ഉണ്ട്. നമ്മൾ കുഞ്ഞാലി മരക്കാരനെ കുറിച്ചിട്ട് നമ്മൾ അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് ഈ ഒരു ക്ലാസ്സിൽ കുഞ്ഞാലി മരക്കാരനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കും. അതിനുശേഷം നമ്മള് ഡച്ചുകാരിലേക്ക് കടക്കും. അപ്പൊ നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് നമുക്കറിയാം സാമൂതിരിയുടെ, കോഴിക്കോട് നമ്മുടെ സാമൂതിരിയുടെ നാവിക സൈന്യത്തിന്റെ മേധാവിത്വം വഹിച്ചിരുന്നവരായിരുന്നു. ഈ കുഞ്ഞാലി മരക്കാർ എന്നുള്ള ഒരു സ്ഥാനപ്പേര് പോലെയാണ്. അത് നൽകിയതും നമ്മുടെ സാമൂതിരി തന്നെയാണ് ഇവർക്ക് നൽകിയത്. അപ്പോ ഇതിപ്പോ ഒരു സ്ഥാനപ്പേര് പോലെയാണ് ഇത് കൈമാറുന്നത്. ഇവരുടെ ഈ ഒരു പരമ്പരയിൽ 4 കുഞ്ഞാലി മരക്കാര് വരുന്നുണ്ട് കോഴിക്കോട് സാമൂതിരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇവരുടെ ഒരു ആസ്ഥാനമുണ്ട്. ആസ്ഥാനം എന്ന് പറയുന്നത് പുതുപ്പണം കോട്ടയാണ്. പുതുപ്പണം കോട്ട, കോട്ടക്കലിലാണ് അത് വരുന്നത്. ഇവരുടെ ഈ 4 പേരുടെയും കൂടിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് പറഞ്ഞിട്ടുള്ളത് 1524 1600 കാലഘട്ടത്തിന്റെ ഇടയിലാണ് കുഞ്ഞാലി മരക്കാർ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 4 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ആദ്യത്തെ പേര് നമുക്ക് നോക്കാം. ഒന്നാമൻ എന്ന് പറയുന്നത് ഇവിടെ കുട്ടി അഹമ്മദ് അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുട്ടി അഹമ്മദ് അലി. ഒന്നാമന്റെ പേര് കുട്ടി അഹമ്മദ് അലിയാണ്. കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ എന്ന് പറയുന്നത് കുട്ടി പോക്കർ അലിയാണ്. കുട്ടി പോക്കർ അലി. ഈ കുട്ടി അഹമ്മദ് അലിയുടെ മകനാണ് കുട്ടി പോക്കർ അലി. അതുപോലെ തന്നെ മൂന്നാമൻ എന്ന് പറയുന്നതാണ് പട്ടുമരക്കാർ. പട്ടുമരക്കാർ എന്നറിയപ്പെടുന്നത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. അദ്ദേഹമാണ് ചാലിയം കോട്ട പിടിച്ചെടുത്തതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നാലാമൻ, കുഞ്ഞാലി മരക്കാർ നാലാമൻ എന്ന് പറയുന്നത് മുഹമ്മദ് അലി മരക്കാറായിട്ടാണ് വരുന്നത്. നാലാമൻ എന്ന് പറയുന്നത് മുഹമ്മദ് അലി മരക്കാറാണ്. ഓക്കെ. ഇനി ഈ കുട്ടി അഹമ്മദ് അലിയുടെ ഒരു സമരതന്ത്രം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണ്. അടിച്ചിട്ട് കടന്നു കളയുക. അപ്പൊ ഒരു കപ്പലിനെ കണ്ട അത് ഹിറ്റ് ചെയ്തിട്ട് അതിനെ കടൽ മുങ്ങി താഴ്ത്തുന്ന രീതിയിൽ എന്നിട്ട് ഇവര് ഓടി മാറി പോകുന്ന ഒരു സമരതന്ത്രമാണ് ഹിറ്റ് ആൻഡ് റൺ. അത് കുട്ടി അഹമ്മദ് അലിയുടെ സമരതന്ത്രമാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞാലി മരക്കാരുടെ മൊത്തത്തില് ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇവർ ഉപയോഗിച്ചിരുന്ന ഒരു സമരതന്ത്രം, അത് ഗുറില്ല യുദ്ധമുറകൾ എന്നറിയപ്പെടുന്നു. അത് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന ഒരു രീതിയാണ്. അത് നമ്മുടെ പഴശ്ശിരാജയും അവലംബിച്ചിട്ടുള്ള ഒരു യുദ്ധതന്ത്രമാണ്. അത് ജനറൽ ആയിട്ട് പറയുമ്പോൾ കുഞ്ഞാലി മരക്കാർ 4 ആൾക്കാരും അതിനോട് സാമ്യമുള്ള യുദ്ധതന്ത്രം തന്നെയാണ് അവലംബിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇദ്ദേഹം ഒന്നാമന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള യുദ്ധതന്ത്രമാണ് ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. അപ്പോ 1531 പോർച്ചുഗീസുകാര് ചാലിയം കോട്ട പണിതിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് സാമൂതിരിക്ക് വേണ്ടി അത് തകർക്കുകയും അത് തിരിച്ചു പിടിക്കുകയും ചെയ്തത് ആരാണ്? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ്. അപ്പൊ അതിനുശേഷമാണ് സാമൂതിരി കുഞ്ഞാലി മരക്കാർക്ക് പുതുപ്പട്ടണം എന്ന സ്ഥലത്ത് ഒരു കോട്ടയൊക്കെ പണിയാനായിട്ട് അനുവാദമൊക്കെ നൽകുന്നത്. ഇതിനെ തുടർന്നിട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം പുതുപ്പട്ടണം എന്നുള്ള രീതിയിൽ. അപ്പൊ ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത് കുഞ്ഞാലി മൂന്നാമൻ, മറക്കരുത്. അതിനോടനുബന്ധിച്ച് മരക്കാര് പുതുപ്പണത്ത് കോട്ട നിർമ്മിച്ചു. അതാണ് പിന്നീട് ഇവിടെ നമ്മുടെ ആസ്ഥാനം. പുതുപ്പണം കോട്ടയാണ് ആസ്ഥാനം എന്നറിയപ്പെടുന്നത്. അതിനുശേഷം ഈ കുഞ്ഞാലി മൂന്നാമന് ശേഷം അടുത്തതായി കടന്നു വരുന്നത് കുഞ്ഞാലി മരക്കാർ നാലാമനാണ്. പക്ഷെ നാലാമന്റെ ആ ഒരു സമയത്ത് അതുവരെ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ശത്രുതയിലായിരുന്നു. എന്നാൽ ആ ഒരു കാലഘട്ടത്തില് സാമൂതിരി പോർച്ചുഗീസുകാരുമായിട്ടുള്ള ബന്ധം ഒരു സൗഹൃദപരമായിട്ടുള്ള രീതിയിലേക്ക് വളർന്നു വരാൻ തുടങ്ങി. അവർ തമ്മിൽ സന്ധികളായി. അങ്ങനെ ഒരു അടുപ്പം പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ വന്നപ്പോ സ്വാഭാവികമായിട്ടും മരക്കാര് സാമൂതിരിയുമായിട്ട് ശത്രുതയിലേക്ക് വന്നു. അങ്ങനെ 1600 കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാര് ഗോവയിൽ വെച്ച് വധിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു
പശ്ചാത്തലം കൂടി അതിനുണ്ട്. പോർച്ചുഗീസുകാര് കുഞ്ഞാലി മരക്കാരനെ വധിക്കുമ്പോൾ കുഞ്ഞാലി മരക്കാരും സാമൂതിരിയുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നില്ല, ശത്രുതയിലായിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ സൗഹാർദ്ദപരമായിട്ട് അല്ലെങ്കിൽ സന്ധി ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞാലി മരക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് വരുന്നത്. അടുത്തത് പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അതിലെ ഒന്നാണ് 1599 ഉദയംപേരൂർ സൂനാദോസ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, പോർച്ചുഗീസുകാര് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. അവരുടെ റിലീജിയൻ എന്ന് പറയുന്നത് അവര് പക്ഷെ ലാറ്റിൻ കാത്തലിക്സ് ആണ്. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ കീഴിൽ വരുന്ന ഒരു വിഭാഗമാണ് ഈ ലാറ്റിൻ കാത്തലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാർ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ ഓൾറെഡി ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവര് ഉണ്ടായിരുന്നു. പക്ഷെ അവര് ലാറ്റിൻ കാത്തലിക്സ് അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിൽ വരുന്നവരായിരുന്നില്ല. അവര് സുറിയാനി ക്രിസ്ത്യാനികൾ എന്നുള്ള രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഈ സുറിയാനി ക്രിസ്ത്യാനികളെ ലാറ്റിൻ കാത്തലിക്സിക്ക് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ ആ ഒരു വിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൂനാദോസ് ആണ് ഉദയംപേരൂർ സൂനാദോസ് 1599. അപ്പോ അത് ഒന്ന് ഓർത്തിരിക്കുക. അതിനുശേഷം 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇതിന്റെ നേരെ റിവേഴ്സ് ആണ്. ലാറ്റിൻ ഇപ്പോ കേരളത്തിൽ ഉണ്ടായിരുന്ന കുറെ പേരൊക്കെ ലാറ്റിൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ അവര് പിന്നീട് ഈ ലാറ്റിൻ ബിഷപ്സിനെയും അതിനൊക്കെ ഉപേക്ഷിച്ച് തിരിച്ച് സുറിയാനി ആ ഒരു പൈതൃകത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ടതാണ് 1653 കൂനൻ കുരിശ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് ഓർത്തിരിക്കുക, വർഷവും അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരുടെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒരുവിധം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത യൂറോപ്യൻ ശക്തിയിലേക്ക് പോവുകയാണ്. അവരാണ് ഡച്ചുകാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഡച്ചുകാർ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ലെന്തക്കാർ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ജനതാ വിഭാഗം. മറ്റവര് ക്രിസ്ത്യൻ ആണ്, പോർച്ചുഗീസ് ക്രിസ്ത്യൻസ് തന്നെയാണ്. പക്ഷെ ഇവര് ഡച്ചുകാർ എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അപ്പോ കേരളത്തിലേക്ക് വന്ന ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരെന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. അതുപോലെ തന്നെ അവര് ലെന്തക്കാർ എന്നറിയപ്പെടുന്നു. അവർ ഇന്ത്യയിൽ വന്ന വർഷം 1595 ഇന്ത്യയിൽ വന്നത്. പിന്നെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1602 സ്ഥാപിതമായിട്ടുണ്ട്. നമ്മുടെ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628 സ്ഥാപിതമായിട്ടുള്ളത്. കാര്യം അവര് ആദ്യം വന്നെങ്കിലും അവരെക്കാൾ മുമ്പ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേര് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചിട്ടുള്ളത് ഡച്ചുകാരാണ്. ഇനി ഇവര് രണ്ടാമത് വന്നെങ്കിലും ഇന്ത്യയിൽ നിന്ന് ആദ്യം തന്നെ തിരിച്ചുപോയി. ആ പോയിന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ഓക്കെ, അപ്പൊ അവര് 1595 ഇന്ത്യയിൽ വന്നു. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായി. കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സാമൂതിരിയുമായിട്ടൊക്കെ ഒരു ഉടമ്പടിയിലേക്ക് വരുന്നത് 1604 നവംബർ 11 അതെന്ന് പറയുന്നത് കോഴിക്കോട് സാമൂതിരിയായിട്ടും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ കമ്പനിയുടെ ഒരു പ്രതിനിധിയായിട്ട് സ്റ്റീവൻ വാൻഡർ ഹോഗ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ട്. അത് 1604 നവംബർ 11 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അതിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും പോർച്ചുഗീസുകാരെ പുറത്താക്കാനായിട്ടാണ് ഈ ഒരു ഉടമ്പടിയിൽ ഇവർ ധാരണയിലെത്തിയത്. കാരണം പോർച്ചുഗീസുകാരും ഡച്ചുകാർ വരുന്നതിന് മുമ്പ് പോർച്ചുഗീസുകാർ എന്തുണ്ട്, കേരളത്തിലുണ്ട്. അപ്പോ ആ പോർച്ചുഗീസുകാരെ പുറത്താക്കിയിട്ട് ഡച്ചുകാരുമായിട്ട് പുതിയൊരു ഉടമ്പടി എന്ന രീതിയിൽ സാമൂതിരി കൈകൊടുക്കുന്ന ഒരു കരാറാണ് ഈ 1604 നവംബർ 11 ഉടമ്പടിയാണിത്. അതിനൊരു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വന്നത് സ്റ്റീവൻ വാൻഡർ ഹോഗ് എന്ന് പറയുന്ന ഡച്ച് അഡ്മിറലാണ്. മാത്രമല്ല ഒരു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഡച്ചുകാര് ഇന്ത്യയിലത്തെ ഒരു നാട്ടുരാജ്യവുമായിട്ട് ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടി എന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ ഈ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്തതെന്ന് പറയുന്നത് ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്തിലാണ്. 1605 അത് സ്ഥാപിച്ചിട്ടുള്ളത്. ഫാക്ടറി 1605 മസൂലി പട്ടണത്ത് സ്ഥാപിതമായിട്ടുണ്ട്.
ആദ്യത്തെ ഫാക്ടറിയാണ്. അതിനുശേഷം 1604 നമ്മുടെ ഒരു ഉടമ്പടി ഉണ്ടായതിനു ശേഷം 1643 കായംകുളം രാജാവും പുറക്കാട് രാജാവുമായിട്ട് ഡച്ചുകാർ ഒരു വ്യാപാര ഉടമ്പടി ഒപ്പുവെക്കുന്നുണ്ട്. അതില് മെയിൻ ആയിട്ട് പറയുന്നത് ഡച്ചുകാരുടെ പരുത്തി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, വസ്ത്രം, പഞ്ഞി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ മേടിച്ചിട്ട് തിരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കുരുമുളക് കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലുള്ള വ്യാപാര ഉടമ്പടിയായിരുന്നു അത്. 1643 പിന്നെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർഷങ്ങൾ വരുന്നത്. 1658 ഡിസംബർ 29 കൊല്ലം കോട്ട, നമ്മൾ പഠിച്ചു കൊല്ലത്ത് പോർച്ചുഗീസുകാർ പണിത കോട്ടയായിരുന്നു കൊല്ലം കോട്ട. അത് ഇവര് പിടിച്ചെടുക്കുന്നുണ്ട് 1658 ഡിസംബർ 29. അത് ആരുടെ നേതൃത്വത്തിലാണ്? അഡ്മിറൽ വാൻ ഗുൺസിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചെടുക്കുന്നത്. പിടിച്ചെടുത്തതിന് ശേഷം അവര് 1661 ഡച്ചുകാര് പള്ളിപ്പുറം കോട്ട കൂടി പിടിച്ചെടുക്കുന്നുണ്ട്. പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ വൈപ്പിൻ കോട്ടയുടെ പ്രത്യേകത എന്താ? അവര് യൂറോപ്യന്മാര് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ്. അത് നിർമ്മിച്ചത് പോർച്ചുഗീസുകാർ തന്നെയായിരുന്നു. പക്ഷെ അത് പിന്നീട് 1661 അഡ്മിറൽ വാൻഡർ മെയ്ഡിന്റെ നേതൃത്വത്തിൽ, രണ്ട് അഡ്മിറൽസിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. കൊല്ലം കോട്ട അഡ്മിറൽ വാൻ ഗുൺസും പള്ളിപ്പുറം കോട്ട അഡ്മിറൽ വാൻഡർ മെയ്ഡിന്റെ നേതൃത്വത്തിലാണ് പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം 1663 കൊച്ചിയും കൂടി, കൊച്ചി മൊത്തത്തില് പോർച്ചുഗീസുകാരുടെ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. അതേ വർഷം തന്നെ കണ്ണൂരില് പോർച്ചുഗീസുകാർ പണിത സെന്റ് ആഞ്ചലോ ഫോർട്ട് ഡച്ചുകാര് പിടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ചാലിയം കോട്ട ഓൾറെഡി പിടിച്ചെടുക്കേണ്ട കാര്യമില്ല, അത് നമ്മുടെ കുഞ്ഞാലിമരക്കാര് തകർത്തു എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ കേട്ടിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഡച്ചുകാര് പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. അത് കൊല്ലം കോട്ട പിടിച്ചെടുത്തു, അതുപോലെ തന്നെ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു, പിന്നെ കൊച്ചി മൊത്തത്തില് എടുത്തു, കണ്ണൂര് സെന്റ് ആഞ്ചലോസ് കോട്ട അതും പിടിച്ചെടുത്തു. അപ്പൊ ആ വർഷങ്ങളും അതിന് നേതൃത്വം നൽകിയ അഡ്മിറൽസും ഒന്ന് അറിഞ്ഞിരിക്കണം. അതിനുശേഷം ആണ് 1741 കുളച്ചിൽ യുദ്ധം വരുന്നത്. ഡച്ചുകാരുടെ പതനത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. അത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് അത് നടന്നത്. അതൊരു വ്യാപാര പരമായിട്ടുള്ള തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്നൊരു യുദ്ധമായിരുന്നു. പക്ഷെ ഡച്ചുകാര് പരാജയപ്പെട്ടു. അത് നടന്നത് 1741 ഓഗസ്റ്റ് 10 അപ്പൊ ഡച്ച് പടയുടെ സൈന്യാധിപനായിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻ ഡിലനോയ് ആണ്. ക്യാപ്റ്റൻ ഡിലനോയ് അദ്ദേഹത്തെ മാർത്താണ്ഡവർമ്മ ജീവനോടെ പിടിച്ച് കീഴടക്കി. എന്നിട്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കീഴിലുള്ള സൈന്യത്തിന് പരിശീലനം കൊടുക്കാനൊക്കെ ഈ പറഞ്ഞ ക്യാപ്റ്റൻ ഡിലനോയിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു യുദ്ധമായിരുന്നു. കാരണം ഒരു ഏഷ്യൻ രാജാവിനോട് ഒരു യൂറോപ്യൻ ശക്തി കീഴടങ്ങി. ഇവിടെ ഡച്ചുകാര് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞ ഒരു യുദ്ധമാണ്. ഇതിനെ തുടർന്നാണ് ഡച്ചിന്റെ ഒരു ആധിപത്യം കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് കുറയാനായിട്ട് വഴിവെക്കുന്നത്. ഇപ്പൊ ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ്, തമിഴ്നാടാണ്. ഉദയഗിരി കോട്ടയിലാണ് ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ കുളച്ചിൽ യുദ്ധം കഴിഞ്ഞു. അതിന് ശേഷം ഒരു മാവേലിക്കര സന്ധിയും കൂടി ഉണ്ട്. അപ്പൊ മാവേലിക്കര സന്ധിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി. അപ്പൊ യുദ്ധം ചോദിച്ചാൽ കുളച്ചിൽ യുദ്ധവും, ഉടമ്പടി ചോദിച്ചാൽ മാവേലിക്കര ഉടമ്പടിയും. അത് 1753 അത് നടക്കുന്നത്. ആഗസ്റ്റ് 15. ആൾക്കാർ മറന്നില്ല, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് അത് നടക്കുന്നത്. അപ്പൊ ഈ ഒരു മാവേലിക്കര സന്ധിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡച്ചുകാര് തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ള ഒരു കണ്ടീഷനൊക്കെ വ്യവസ്ഥ ചെയ്യുന്ന ഒരു സന്ധിയാണ്. അതേപോലെ തന്നെ തിരുവിതാംകൂർ വേറെ രാജ്യങ്ങളായിട്ട് യുദ്ധത്തിന് പോകുമ്പോ ആ സമയത്തൊക്കെ നിഷ്പക്ഷമായിട്ട് നിൽക്കുക, അല്ലാതെ യുദ്ധം ചെയ്യാൻ പോകുമ്പോ ആ ശത്രു രാജ്യവുമായിട്ട് സഖ്യം ഉണ്ടാക്കി തിരിച്ചിങ്ങോട്ട് ആക്രമിക്കാൻ വരരുത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കർശനമായ കണ്ടീഷൻസ് ഉണ്ടായിരുന്ന ഒരു സന്ധിയായിരുന്നു മാവേലിക്കര സന്ധി. അപ്പൊ ഈ സന്ധിയോട് കൂടിയിട്ട് ഡച്ചുകാർക്ക് പൂർണ്ണമായിട്ടും കേരളത്തിലുള്ള ഒരു ആധിപത്യവും എല്ലാം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ ഡച്ചുകാരെ കുറിച്ചിട്ടുള്ള കുറച്ച് മിസ്റ്റലേനിയസ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. ബോൾഗാട്ടി കൊട്ടാരം പണി കഴിച്ചത് ഡച്ചുകാരാണ്. അതേസമയം തന്നെ ഡച്ച് പാലസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. പിന്നീട് അത് ഡച്ചുകാർക്ക് കിട്ടുകയും അതൊന്ന് റിനോവേറ്റ് ചെയ്യുകയാണ് ഡച്ചുകാർ ചെയ്തിട്ടുള്ളത്. അപ്പൊ പണി കഴിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരാണ് ഡച്ച് കൊട്ടാരം.
അപ്പൊ ആ ഒരു പോയിന്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. എന്നാലും വ്യക്തമായിട്ട് തന്നെ അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഡച്ചുകാരുടെ സംഭാവനകളിലേക്ക് കടന്ന ആദ്യം തന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ്. എന്താണ് ഹോർത്തൂസ് മലബാറിക്കസ്? കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സസ്യജാലങ്ങളെ കുറിച്ചിട്ട് ഉള്ള സമഗ്രമായ ഒരു ഗ്രന്ഥമാണ്. ലാറ്റിൻ ഭാഷയിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അപ്പൊ അതാണ് ഇവര് നമുക്ക് തന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്, ഡച്ചുകാര്. അപ്പൊ എനിക്ക് കടക്കാം. മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ലാറ്റിൻ ഭാഷയാണ്, മറക്കരുത്. കേരളരാമം എന്ന് അറിയപ്പെടുന്നു. മലബാറിന്റെ പൂന്തോട്ടം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം വരുന്നത്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. ഇത് 12 വോളിയംസ് ഉണ്ട്. 12 വോളിയംസ് ആയിട്ട് 1678-നും 1703-നും ഇടയിലെ ആംസ്റ്റർഡാമിൽ നിന്നാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൽ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം എന്നുള്ള ചോദ്യം വന്നതിന്റെ ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. എന്നാ വേറൊരു ചോദ്യമുണ്ട്, പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച പുസ്തകം എന്ന് ചോദിച്ചാൽ അത് വേറെയാണ്. അത് വേറൊരു പുസ്തകമാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം, അതായത് ലാറ്റിൻ ഭാഷയിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതെങ്കിലും ഇപ്പൊ ഓരോ ചെടികളും അതിന്റെ പേരുകളൊക്കെ പറയുമ്പോൾ ശാസ്ത്രീയമായ ഒരു പേര് കൊടുത്തിട്ട് പിന്നെ മലയാളത്തിലുള്ള ഒരു പേര് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ബുക്സിലൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം എന്ന് പറയുന്നത്. പക്ഷെ മലയാളത്തിൽ അച്ചടിച്ചിട്ടുള്ള ആദ്യ ഗ്രന്ഥം ഇതല്ല, അത് വേറെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേറെ ക്ലാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നത് തെങ്ങാണ്. ആദ്യം പ്രതിപാദിക്കുന്നത് തെങ്ങാണ്, അവസാനം പ്രതിപാദിക്കുന്ന വൃക്ഷം എന്ന് പറയുന്നത് ആലാണ്. പിന്നെ ഈ രചനയുമായി ബന്ധപ്പെട്ട് കാർമലൈറ്റ് സന്യാസി രചനയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച കാർമലൈറ്റ് സന്യാസിയാണ് ഇവിടെ രചനയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എന്നുള്ള ഒരു ഇതിൻ്റെ, അത് ടൈപ്പ് മിസ്റ്റേക്കിൽ പോയതാണ്, അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. കാർമലൈറ്റ് സന്യാസി എന്ന് പറയുന്നത് മാത്യൂസ് ആണ്. അതുപോലെ തന്നെ ഈഴവ വൈദ്യൻ, രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ, അത് രചന എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തിന്റെ രചന അല്ലെങ്കിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുള്ള ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതനാണ്. ഇതുമായി സഹകരിച്ച ബ്രാഹ്മണർ എന്ന് ചോദിച്ചാൽ, അതായത് ജാതി തിരിച്ചു തന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതാണ് അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നുള്ളവരൊക്കെ. പിന്നെ ഈ ഗ്രന്ഥം മലയാളത്തിലേക്ക്, ലാറ്റിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാലാണ്. പിന്നെ ഇദ്ദേഹത്തിന് പിൻകാലത്ത് 2020 പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റിലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നെ തെങ്ങ് കൃഷിയും നെൽകൃഷിയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക പോയിന്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാറ്റിൻ ഭാഷ ഇതിന് നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ് ആണ്. അഡ്മിറൽ വാൻ റീഡ്, അത് മറക്കരുത്. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം നമുക്ക് ബാക്കി വരുന്ന ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തെങ്ങ് കൃഷി നെൽകൃഷിയും പ്രോത്സാഹിപ്പിച്ചു. ഉപ്പ് നിർമ്മാണം, അതുപോലെ തന്നെ വസ്ത്രത്തിലെ ചായ മുക്കൽ എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുഷ്ഠരോഗികൾക്കായിട്ട് ആശുപത്രികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഡച്ചുകാരുടെ ഒരു സംഭാവനയായിട്ട് കണക്കാക്കുന്നതാണ്. അതുപോലെ തന്നെ ചേറ്റുവ കോട്ട 1714 നിർമ്മിച്ചു. അപ്പൊ നമ്മൾ ഡച്ചുകാരുമായി ബന്ധപ്പെട്ട സംഭാവനകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിച്ചു. അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ക്ലാസ്സിലത്തെ കുഞ്ഞാലി മരക്കാരുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമാണ്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ എടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.